സംസ്ഥാനത്ത് കനത്ത മഴയ്ക്കൊപ്പം മഴക്കെടുതിയും രൂക്ഷമാവുകയാണ്. ഇന്ന് 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം ഒഴിച്ചുള്ള ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. മഴയുടെ പശ്ചാത്തലത്തിൽ തീരദേശത്തും മലയോര മേഖലയിലും അതീവ ജാഗ്രത തുടരുകയാണ്. മലപ്പുറം കാരത്തോട് നാടുകാണി സംസ്ഥാന പാതയിൽ റോഡിലേക്ക് മണ്ണിടിഞ്ഞു. പാണക്കാട് എടായിപ്പാലത്താണ് സംഭവമുണ്ടായത്. കനത്ത മഴയും മഴക്കെടുതിയും കണക്കിലെടുത്ത് മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. Marga. Vande matla. സംസ്ഥാനത്ത് മഴക്കെടുതിയുടെ ഏറ്റവും ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലാണ്. പത്തനംതിട്ടയിൽ സ്ഥിതി അതീവ ഗുരുതരമാണ്. മൂഴിയാർ ഡാം തുറന്നു. റാന്നി, കോഴഞ്ചേരി താലൂക്കുകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു. പലരും വീട് വിട്ടുപോകാൻ തയ്യാറാവാത്തത് പുതിയ പ്രതിസന്ധിയാണ്. ആറന്മുള, കോഴഞ്ചേരി താലൂക്കിൽ അതീവ ജാഗ്രത തുടരുകയാണ്. അപ്പർ കുട്ടനാട് വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞു. കുറ്റൂർ, പെരിങ്ങര, നെടുമ്പ്രം, നിരണം, കടപ്ര മേഖലകളിലെ വീടുകൾ ഒറ്റപ്പെട്ട നിലയിലാണ്. ശബരിമല പാതയിൽ മണ്ണിടിഞ്ഞു. മീനച്ചുലാറ്റിൽ വെള്ളം പൊങ്ങിയതോടെ ആർപ്പൂക്കര അടക്കമുള്ള ഇടങ്ങളിൽ വെള്ളം കയറിയ സാഹചര്യമാണ്. തിരുവല്ലയിൽ കൂടുതൽ ആളുകൾ ക്യാമ്പിലുണ്ടെന്ന് മന്ത്രി PC വിശ്വനാഥ് പറയുന്നു. അതിതീവ്ര മഴയെന്ന മുന്നറിയിപ്പ് ശരിയായിരുന്നുവെന്നുമാണ് മന്ത്രിയുടെ പ്രതികരണം. വെതർ ഫോർകാസ്റ്റ് കറക്റ്റ് ആയിരുന്നു. അതിതീവ്ര മഴ രാത്രിയിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞു. നമ്മൾ ഇന്നലെയൊന്നും രാത്രിയിൽ ഉറങ്ങിയിട്ടില്ല. കാരണം രാത്രി പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ മഴ ഭീകരമാവുകയും വീടിന് ചുറ്റും വെള്ളം നിറയുകയും ചെയ്തപ്പോൾ അവരെ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുവരാനുള്ള കോളുകൾ വന്നുകൊണ്ടേയിരുന്നു. അതെല്ലാം ഇടപെട്ടു, അറ്റൻഡ് ചെയ്തു. പരമാവധി ആളുകളെ നമുക്ക് മാറ്റാൻ കഴിഞ്ഞു. ഇപ്പോൾ ഏറ്റവും പ്രയാസമുള്ളതും ഏറ്റവും കൂടുതൽ ആളുകൾ ക്യാമ്പിലുള്ളതും തിരുവല്ലയിലാണ്. അപ്പോൾ തിരുവല്ലയിലെ ആളുകളെ വീട്ടിൽ നിന്നും മാറ്റാൻ ടോറസ് വണ്ടികൾ വേണമെന്നൊരു ആവശ്യം രാവിലെ അവിടുത്തെ MLA പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 3 ടോറസ് വാഹനങ്ങൾ അവിടേക്ക് കൊടുത്തു. NDRFൻ്റെ കൂടുതൽ സംഘം, ഇപ്പോൾ 30 അംഗ ടീം ആറന്മുളയ്ക്ക് പോയിട്ടുണ്ട്. 14 മത്സ്യത്തൊഴിലാളി ബോട്ടുകൾ കൊല്ലത്ത് നിന്ന് ആറന്മുളയിലേക്ക് യാത്ര തിരിച്ച് അവരധികം സമയം വൈകാതെ ഇവിടെ എത്തും. ഇതെല്ലാം ഇന്നലെ രാത്രിയിൽ കണ്ട അസാധാരണമായ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള മുന്നൊരുക്കങ്ങളാണ്. 14 മത്സ്യത്തൊഴിലാളി ബോട്ടുകൾ ഇപ്പോൾ കൊല്ലത്ത് നിന്നും വാടി കടപ്പുറത്തു നിന്നും ആറന്മുളയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരിവിടെ ഈ തൊട്ടടുത്തുള്ള നമ്മുടെ ദേവാലയത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ അവരെ എല്ലാം യഥാസമയം നമുക്ക് ആവശ്യത്തിന് ഉപകരിക്കാവുന്ന രൂപത്തിൽ അവിടെ സജ്ജരാക്കി നിർത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചത്. മന്ത്രി സൂചിപ്പിക്കുന്നത് പോലെ ആറന്മുളയിലെ രക്ഷാപ്രവർത്തനത്തിന് കൊല്ലത്തു നിന്നുള്ള മത്സ്യത്തൊഴിലാളികളും കളത്തിലിറങ്ങുകയാണ്. അതേസമയം കോട്ടയത്ത് ഒഴുക്കിൽപ്പെട്ട ഒരാൾ മരിച്ചു. അയർക്കുന്നം സ്വദേശി ജിൻഡോ മാത്യു ആണ് മരിച്ചത്. കോട്ടയത്തെ പടിഞ്ഞാറൻ മേഖല വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. ഇടവിട്ടുള്ള ശക്തമായ മഴ മലയോര മേഖലയിൽ ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. ചേർത്തല, കുമരകം, കോട്ടയം റൂട്ടിൽ വെള്ളം കയറിയതോടെ ഗതാഗതം നിരോധിച്ചു. വ്യാപക കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. ഇടുക്കി, മലങ്കര, കല്ലാർകുട്ടി, പാംബ്ള ഡാമുകളിൽ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മലങ്കര, കല്ലാർകുട്ടി, പാംബ്ള ഡാമുകൾ തുറന്നുവിട്ടിട്ടുമുണ്ട്. കോഴിക്കോട് നേരിയ മഴയ്ക്ക് കുറവുണ്ടെങ്കിലും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. കണ്ണാടിക്കൽ ഭാഗത്തു നിന്നും ആളുകളെ മാറ്റി. കക്കയം ഡാം തുറന്നതിനെ തുടർന്ന് കുറ്റ്യാടിപ്പുഴയുടെ തീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇരുവഴിഞ്ഞിപ്പുഴയിലും ചെറുപുഴയിലും ജലനിരപ്പ് ഉയർന്നു നിൽക്കുകയാണ്. കോഴിക്കോട് വെള്ളിപ്പറമ്പിൽ വീട് ഭാഗികമായി തകർന്നു വീണു. കുടുംബത്തെ സമീപത്തെ ബന്ധുവീട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വയനാട് മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ടെങ്കിലും വയനാട്ടിലും ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. മാനന്തവാടിയിലും പനമരത്തും വലിയ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്.
തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ തിരുവനന്തപുരം മുതലപ്പൊഴിയിൽ കാണാതായ രണ്ടാമത്തെ മത്സ്യത്തൊഴിലാളിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. മലപ്പുറം കരുവാരക്കുണ്ട് ഇരിങ്ങാട്ടിരിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീട് തകർന്നു. ജില്ലയിൽ 7 ക്യാമ്പുകളിലായി 10 പേരെ മാറ്റിപ്പാർപ്പിച്ചു. എറണാകുളത്തിന്റെ കിഴക്കൻ മേഖലകളിൽ ശക്തമായ മഴയാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. മൂവാറ്റുപുഴയാറിലും തൊടുപുഴയാറിലും ജലനിരപ്പ് ഉയർന്നു നിൽക്കുകയാണ്. ജില്ലയിൽ 7 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 34 കുടുംബങ്ങളിലായി 102 ആളുകളെയാണ് ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചത്. തൃശ്ശൂരിലേക്ക് വരുമ്പോൾ തൃശ്ശൂരിൽ കരുവന്നൂർ പുഴയിൽ ജലനിരപ്പ് ഉയരുകയാണ്. ഇല്ലിക്കൽ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. ആലപ്പുഴ AC റോഡിലും വലിയ തരത്തിലുള്ള വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നു എന്നതാണ് AC റോഡിലെയും സാഹചര്യം. പ്രധാനപ്പെട്ട റോഡുകളിലൊക്കെ വലിയ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. ഇനി ഇത് സംബന്ധിച്ച് ഇന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് കൂടി നോക്കാം. സംസ്ഥാനത്ത് മഴക്കെടുതി മൂലമുള്ള സ്ഥിതി നിയന്ത്രണ വിധേയമെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. മിന്നൽ പ്രളയമാണ് ഉണ്ടായത്. വനത്തിനുള്ളിൽ വലിയ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. ഇതുവരെ 15 പേരാണ് മരിച്ചത്. 7 പേരെ കാണാതായിട്ടുണ്ട്. പത്തനംതിട്ടയിൽ മാത്രമാണ് ചില പ്രശ്നങ്ങളുള്ളത്. കൊല്ലത്ത് നിന്നും 14 ബോട്ട് രക്ഷാപ്രവർത്തനത്തിന് പുറപ്പെട്ടുവെന്നും മുഖ്യമന്ത്രി പറയുന്നു. 2 ഹെലികോപ്റ്ററും NDRF ടീമും ഫയർഫോഴ്സും സജ്ജമാണ്. ഭക്ഷണ പാക്കറ്റുകൾ തയ്യാറാക്കി വിതരണം ചെയ്യുന്നുണ്ട്. 11,018 പേരാണ് ക്യാമ്പുകളിൽ കഴിയുന്നത്. 165 ഹെക്ടറിലാണ് കൃഷിനാശമുണ്ടായതായാണ് പ്രാഥമിക റിപ്പോർട്ടെന്നും മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. ഇതുവരെ 15 പേര് മരിച്ചതായിട്ടാണ് നമുക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. മിസ്സിങ് ഉള്ളത് 7 പേരാണ്. ഇതുവരെ നമുക്ക് കിട്ടിയ പ്രാഥമിക റിപ്പോർട്ട് അനുസരിച്ച് 164.98 165 ഹെക്ടർ സ്ഥലത്ത് കൃഷിയാണ് നശിച്ചിട്ടുള്ളതെന്ന് പ്രാഥമിക റിപ്പോർട്ടാണ്. കൊല്ലത്ത് നിന്ന് 14 ബോട്ടുകൾ മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകൾ ആവശ്യമെങ്കിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ട് ചെങ്ങന്നൂരിൽ എത്തിച്ചിട്ടുണ്ട്. സുളൂരിൽ നിന്നും 2 ഹെലികോപ്റ്ററുകൾ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. NDRFൻ്റെ ഒരു ടീം അവിടേക്ക് നിയോഗിച്ചിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള പോലീസ് സേനയും ആവശ്യമായിട്ടുള്ള ഫയർഫോഴ്സ് സംവിധാനങ്ങളുമുണ്ട്. ഭക്ഷണം ഹെലികോപ്റ്ററിൽ നിന്ന് വിതരണം ചെയ്യാനോ അല്ലാതെ വിതരണം ചെയ്യാനുള്ള പാക്കറ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ആവശ്യമായ പാക്കറ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. മുന്നൊരുക്കങ്ങൾ എടുത്തിട്ടുണ്ട്. മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപയുടെ സഹായമാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മരിച്ചവരുടെ സംസ്കാരത്തിനായി 10,000 രൂപ നൽകും. ക്യാമ്പിൽ നിന്ന് വീടുകളിലേക്ക് എത്തുമ്പോൾ 1000 രൂപ വീതം നൽകും. സ്ഥലം വാങ്ങി വീട് വയ്ക്കാനുള്ള സഹായം 10 ലക്ഷത്തിൽ നിന്നും 12 ഉയർത്തിയിട്ടുമുണ്ട്. കൃഷിനാശത്തിനുള്ള സഹായം വർദ്ധിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നമ്മൾ ഈ മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകൾക്കായിട്ട് 10,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. ക്യാമ്പുകളിൽ നിന്ന് വീടുകളിലേക്ക് പോകുമ്പോൾ വീടുകളിൽ വെള്ളം കയറിയവർക്ക് അടിയന്തിരമായി 10,000 രൂപ വെച്ച് ഓരോരുത്തർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ ജീവനോപാധികൾ നഷ്ടപ്പെട്ടവർക്ക് ഒരു കാർഡിൽ നിന്ന് 2 പേർക്ക് 300 രൂപ വീതം, അപ്പോൾ ഇത് നിൽക്കുന്നത് വരെ അവർക്കൊരു ധനസഹായമായി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. മരിച്ചവർക്ക് കിട്ടുന്നത് SDRFൽ നിന്ന് 4 ലക്ഷം രൂപ, CMDRFൽ നിന്ന് 2 ലക്ഷം രൂപ, പിന്നെ PMNRFൽ നിന്ന് 2 ലക്ഷം രൂപ, അങ്ങനെ 8 ലക്ഷം രൂപയാണ് മരിച്ചവർക്കുള്ള ധനസഹായം. വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ടവർക്ക് നേരത്തെ കൊടുത്തിരുന്നത് 4 ലക്ഷം രൂപയാണ്. അത് 6 ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സ്ഥലം വാങ്ങി വീട് വയ്ക്കാൻ നേരത്തെ 10 ലക്ഷമായിരുന്നത് 12 ലക്ഷമാക്കി. നേരത്തെ 4 ലക്ഷം വീട് വയ്ക്കാൻ കൊടുത്തിരുന്നത് നമ്മൾ 6 ലക്ഷമാക്കി വർദ്ധിപ്പിച്ചു. കാരണം ഈ വീടിൻ്റെ മെറ്റീരിയൽസിനൊക്കെ വില കൂടി. ഇത് പണ്ടെങ്ങാണ്ട് തീരുമാനിച്ചു വെച്ചിരിക്കുന്ന റേറ്റാണ്. ആദ്യമായിട്ടാണ് ഇത് കൂട്ടുന്നത്, ഇപ്പോൾ കൂട്ടുന്നത്. അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയരുന്നുവെന്ന വ്യാജ പ്രചരണത്തിനെതിരെ മുഖ്യമന്ത്രി ഇന്ന് രംഗത്ത് വന്നിട്ടുണ്ട്. അണക്കെട്ടുകളിൽ ജലനിരപ്പ് താഴെ തന്നെ നിൽക്കുകയാണ്. അനാവശ്യ പ്രചരണമാണ് നടക്കുന്നത്. ജനങ്ങൾക്ക് ആശങ്ക വേണ്ട. ജലസംഭരണികളിൽ നിന്ന് വെള്ളം ഒഴുക്കി വിടുന്നത് എന്ന പ്രചരണം നടക്കുന്നുണ്ട്. വ്യാജ പ്രചരണത്തിൽ ശക്തമായ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി പറയുന്നു. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴല്ല കുത്തിത്തിരിപ്പ് നടത്തേണ്ടതെന്നും മുഖ്യമന്ത്രി വിമർശനമുണ്ട്. അണക്കെട്ടുകൾ, പ്രധാനപ്പെട്ട അണക്കെട്ടുകളിലെല്ലാം ജലനിരപ്പ് വളരെ താഴെയാണ്. ജനങ്ങളുടെ ഇടയിൽ യാതൊരു ഉത്കണ്ഠയ്ക്കും അവകാശമില്ല. തെറ്റായ വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും പ്രചരിക്കുകയാണ്. ഞാൻ പറയാം, ഇടുക്കിയിൽ ജലസംഭരണിയിലെ 38.91% ഉള്ളു വെള്ളം. ഇടമലയാറ് 46.64%. ബാണാസുര സാഗറിൽ 52.9%. കക്കിയിൽ 44.82%. കല്ലടയിൽ 45% ഉള്ളൂ. മലമ്പുഴയിൽ 35% ഉള്ളൂ. പീച്ചിയിൽ 34% ഉള്ളൂ.
അപ്പോൾ ജലസംഭരണികളിൽ നിന്ന് വെള്ളം ഒഴുക്കി വിടുന്നു എന്ന് പറയുന്ന വ്യാപകമായ തെറ്റായ വാർത്തയാണ്. അതിനെതിരായി കർശനമായ നടപടികൾ സ്വീകരിക്കും. കാരണം ജനങ്ങളിൽ ഉത്കണ്ഠ പരത്തുന്ന തെറ്റായ വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയാണ്. മഴ മുന്നറിയിപ്പ് നൽകുന്നതിൽ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് വീഴ്ച സംഭവിച്ചുവെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മഴക്കെടുതി നേരിടുന്നതിൽ ഏകോപനമില്ലായ്മ എന്ന വിമർശനം അടിസ്ഥാനരഹിതമാണ്. മഴയിൽ 4,80,000-ലേറെ വൈദ്യുതി കണക്ഷനുകൾ തകരാറിലായിട്ടുണ്ട്. 92%. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.